ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഐ ഹാവ് ചൂസൺ ടു ബി ഹാപ്പി ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ മൈ ഹെൽത്ത്. വോൾട്ടേറിന്റെ കോട്ടാണ് അല്ലേ? നമ്മുടെ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പൊ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ കണ്ടിന്യൂഷനിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫോർമുല ഫീഡിങ്ങിനെ കുറിച്ചാണ് അല്ലേ? നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ബെനിഫിറ്റ്സുകളെ പറ്റിയും എക്സ്ക്ലൂസീവ് ആയിട്ട് 6 months വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാൽ കൂടിയും ചില സാഹചര്യങ്ങളിൽ ചില അമ്മമാർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. ഒന്നുകിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മൂലമാവാം, അതല്ലെങ്കിൽ അവരുടെ സാഹചര്യം മൂലമാവാം. ചില അമ്മമാർ എന്ത് ചെയ്യും, ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ മാത്രമേ കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നാട്ടിലാക്കി വിദേശത്ത് ജോലിക്ക് പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നവരുണ്ടാവും. അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഒരു സാഹചര്യം ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച മിൽക്ക് ഇനഫ് ആകാതെ വരുന്നു ഈ ഒരു 6 monthsലേക്ക് അല്ലേ? ഇങ്ങനെ വിദേശത്തൊക്കെ പോകുന്നവർ എത്ര നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് ഫോർമുല ഫീഡിങ് എന്നുള്ളത്. ഫോർമുല ഫീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് ഫോർമുല ഫീഡാണ് നല്ലത് എന്നൊരു ചോദ്യം വരാം അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന ഫോർമുലയാണ് നല്ലത്, ഇന്നത് യൂസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കുഞ്ഞിനെ നോക്കിയ പീഡിയാട്രീഷ്യൻ ഉണ്ടല്ലോ, അവരുടെ അഡ്വൈസ് പ്രകാരം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ്, നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്ത് കണ്ടീഷൻ, കാര്യം കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, പിന്നെ അയൺ റിച്ച് ആയിട്ടുള്ള സെപ്പറേറ്റ്, അങ്ങനെ പല ടൈപ്പ് പൗഡേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ പീഡിയാട്രീഷ്യനോട് ചോദിക്കുക നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഏത് പൗഡർ ആണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, അവരുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ ചൂസ് ചെയ്യുക. ഇനി ഫോർമുല ഫീഡ് ചൂസ് ചെയ്യുന്നവർ തന്നെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ വൺസ് പ്രിപ്പയർ ചെയ്തു, ഇത് നമുക്ക് എത്ര സമയം വരെ യൂസ് ചെയ്യാം? വൺസ് പ്രിപ്പയർ ചെയ്ത മിൽക്ക് നമുക്ക് 2 hours അപ്പുറത്തേക്ക് വെച്ച് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം ഇത് എക്സ്പെൻസീവ് ആണ് അല്ലേ? ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് എപ്പോഴും കോസ്റ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു സമയം നമ്മുടെ കുഞ്ഞ് എത്രത്തോളം കുടിക്കുന്നു നമുക്ക് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അതുപോലെ അങ്ങ് തണുത്തുറഞ്ഞ വെള്ളം യൂസ് ചെയ്യാതെ നമുക്ക് ചെറു ചൂടുവെള്ളം, വാം വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോർമുല മിൽക്ക് കലക്കിയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ തണുത്തുപോയി, 1 മണിക്കൂറായപ്പോൾ ഇത് നന്നായിട്ട് തണുത്തുപോയി, എന്ത് ചെയ്യും? AC ഉള്ള റൂമായിരുന്നു, ഭയങ്കരമായിട്ട് തണുത്തുപോയി എന്ന് വെച്ചിട്ട് നമുക്ക് അതെടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറ്റൂ? പറ്റില്ല. പകരം മൈക്രോവേവ് ചെയ്യാൻ പറ്റൂ? ഒരിക്കലും ചെയ്ത് മൈക്രോവേവ് ചെയ്ത പാലൊന്നും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ കുപ്പി അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് റൂം ടെമ്പറേച്ചർ ആയി കിട്ടും. അപ്പൊ ആ ഒരു ഇളം ചൂടിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെയൊക്കെ ബോട്ടിൽസിന്റെ കാര്യം. ബോട്ടിൽസ് ഒക്കെ മാക്സിമം പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിയിട്ട് ഗ്ലാസ് ബോട്ടിൽസ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക. ഓരോ ഫീഡ് കഴിയുമ്പോഴും നമ്മൾ ഈ കുപ്പി നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് തിളപ്പിച്ച് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് നീറ്റ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനും ഡയറിയൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ബോട്ടിലിന്റെ നിപ്പിൾസ് നമ്മൾ ഫ്രീക്വന്റ് ഈ പൊടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റെയിൻഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഈ നിപ്പിൾസ് ഒക്കെ തിളപ്പിച്ച് വരുമ്പോഴും പെട്ടെന്ന് സ്റ്റെയിൻഡ് ആയിട്ട് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പൊ അതുമൊക്കെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. അതുപോലെ നിപ്പിൾസും ഒക്കെ നീറ്റ് ആണ്, ക്ലീൻ ആണ്. ഫീഡ് ചെയ്ത ഉടനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ എടുക്കുന്ന അടപ്പ് ഊരിയിട്ട് ഈ അടപ്പ് വെക്കുന്ന സ്ഥലം നീറ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇതെടുത്ത് തിരിച്ച് അതേപോലെ അടയ്ക്കുമ്പോൾ വീണ്ടും ഈ ബോട്ടിൽ ഇൻഫെക്റ്റഡ് ആവും. നമ്മൾ വീണ്ടും ഇത് റീയൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻഫെക്ഷൻ കുഞ്ഞിലേക്ക് എത്തുകയും കുഞ്ഞിന് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഫോർമുല ഫീഡ് ചെയ്യുന്നവര് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. പിന്നെ ഈ ഫോർമുല ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ മിക്കവാറും കാണപ്പെടുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പൗഡർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പീഡിയാട്രീഷ്യന്റെ കൺസൾട്ട് ചെയ്യുക. പീഡിയാട്രീഷ്യൻ അഡ്വൈസ് എന്താണോ ആ അഡ്വൈസിന് പറ്റിയിട്ടുള്ള ഫോർമുലാസ് സെലക്ട് ചെയ്യുക. ഇനി ഈവൻ പീഡിയാട്രീഷ്യൻ പറഞ്ഞ ഫോർമുലാസ് ആണെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് അത് പിടിച്ചോളണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എപ്പോഴും ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ചെറിയ പാക്ക് മേടിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മുടെ കുഞ്ഞ് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വലുത് വാങ്ങി കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കുഞ്ഞ് ടോളറേറ്റ് ചെയ്യുന്നില്ല, ഇത് ഫുള്ള് വേസ്റ്റ് ആയി പോകും. പിന്നെ വീണ്ടും നമ്മൾ ഇത്രയും പൈസ ചെലവാക്കി പുതിയത് മേടിക്കേണ്ടതായിട്ട് വരും അല്ലേ? ഇതൊക്കെയാണ് ഫോർമുല ഫീഡിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.